റാവത്ത് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വട്ടം നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഒരു ഹെൽമെറ്റിൻ്റെ അൺബോക്സിംഗ് ആയിരിക്കും തണ്ടറിൻ്റെ. അപ്പം കുറേ കമൻറ്റുകളും ഫേസ്ബുക്കിൻ്റെ പേരിൽ നിന്ന് കുറേ മെസ്സേജും വന്നായിരുന്നു. അതിൻ്റെ ആ സ്റ്റഡ്സിൻ്റെ റിവ്യൂ ചെയ്ത് AVG സ്റ്റിക്കർ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്തായാലും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ആ മാറ്റ് ബ്ലാക്ക് എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ എങ്ങനെ അത് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞു, ബട്ട് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് കണ്ടല്ലോ, വേണ്ടേ, ഞാനത് രണ്ടും ചെയ്തായിരുന്നു കേട്ടോ. AGV ആക്കിയായിരുന്നു രണ്ട് പുറയിലും ഫ്രണ്ടിലും. അത് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഈ വാട്ടർ പേപ്പറും പിന്നെ സ്പ്രേ പെയിൻറ്റും. ഈ വാട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാൻഡ് പേപ്പർ പോലുള്ള തന്നെ ഒരു ഐറ്റമാണ്. ഇത് 320 ഗ്രേഡിൻ്റെ വാട്ടർ പേപ്പറാണ്. ഇത് വെള്ളത്തിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റഡ്സ് എന്നുള്ള അത് വാട്ടർ പേപ്പർ നോക്കിയിട്ടാണ് ഈ സ്റ്റഡ്സ് എന്നുള്ളത് റബ്ബ് ചെയ്താണ് കളയുന്നത്. അല്ലാതെ നമ്മളിത് കൊണ്ട് മാറ്റ് ഒട്ടിച്ചാലോ അതിൻ്റെ മേടിൽ കൂടെ സ്പ്രേ പെയിൻറ്റ് അടിച്ചാലോ ഒരു ഫിനിഷിങ് വരത്തില്ല. അത് സ്റ്റഡ്സിൻ്റെ ആ ഒരു തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചാൽ ആ സ്റ്റഡ്സ് എന്ന് എഴുതിയേക്കുന്ന ഒരു പാട് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്ത്. ഞാനിപ്പോൾ ഈ വാട്ടർ പേപ്പറിൽ നിന്ന് ഇത്രയും പോർഷൻ എനിക്ക് ചിലവായിട്ടുള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടി കീറി എടുത്തേക്കുന്നുണ്ടോ. ഇത്രയാണ് ഞാൻ യൂസ് ചെയ്തത്. അത് വെള്ളത്തിൽ നമ്മളൊരു കപ്പിനകത്ത് വെള്ളം എടുത്ത് വെച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇങ്ങനെ റബ്ബ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാട് പോലെ വരും. അപ്പം ഈ മാറ്റ് മാറിയിട്ടൊരു വൈറ്റിഷ് പോലെ വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഈ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തത്. ഇതിന് ഇത്ര 150 രൂപ കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മേടിൽ കൂടെ ആ ബ്ലാക്ക് മാറ്റ്, ഇത് മാറ്റ് ആയതുകൊണ്ട് മാറ്റ് തന്നെ മേടിക്കണം സ്പ്രേ പെയിൻറ്റും. അപ്പം ആ മാറ്റ് ഇതിനകത്ത് ഫിനിഷായിട്ട് ഒരു കുഴപ്പം വരത്തില്ല. അത് നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല. അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല. അപ്പം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരു 15 രൂപയേ ഉള്ളൂ ഈ വാട്ടർ പേപ്പറിന്. നമുക്ക് ഈ ഹാർഡ്വെയർ കടയിലൊക്കെ കിട്ടും വാട്ടർ പേപ്പർ എന്ന് ചോദിച്ചാൽ മതി. ഇതുപോലെ തന്നെ ബാക്കിലും അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ റബ്ബ് ചെയ്തിട്ട് ഞാനിത് സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പേപ്പർ ഒട്ടിച്ചായിരുന്നേ. ന്യൂസ് പേപ്പർ എങ്ങാനും എടുത്ത് ഇതുവഴി ഇങ്ങനെ ഒട്ടിച്ചു. അപ്പോൾ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ തെറിക്കും പെയിൻറ്റ്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തത്. അടുത്തുള്ളൊരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. നമ്മളിപ്പം കുറച്ച് കെയറോടുകൂടി വാട്ടർ പേപ്പറൊക്കെ നല്ല രീതിയിൽ വെള്ളത്തിലൊക്കെ മുക്കി അത് അധികം ഹാർഡായിട്ട് റബ്ബ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇത് റിഫ്ലക്ടർ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. റിഫ്ലക്ടർ ഒട്ടിച്ചാൽ അതിൻ്റെ ഒരു പക്ക ഫിനിഷിങ് എത്തുള്ളൂ. രാത്രിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. റിഫ്ലക്ടർ അല്ലെങ്കിൽ പിന്നെ സാധാ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് വരത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്ക് സൈഡ് ഞാൻ ഒട്ടിച്ചെടുത്തേക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും, കണ്ടോ. അത് അറിയത്തില്ല, കണ്ടോ, അത്രയ്ക്ക് ഇത് എടുത്തു പോയാൽ തന്നെ കാണാൻ പറ്റും. വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേ ഈ മാറ്റ് തന്നെ നമ്മൾ അടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടല്ലോ ഇപ്പോൾ ഞാൻ അത് ചെയ്തെടുത്തേക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ. അടുത്ത് പോയി കണ്ടാലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതുപോലെ തന്നെ വൈസർ മാറിയായിരുന്നു. വൈസർ DJ ഹെൽമെറ്റ്സിൽ നിന്നാണ് എടുത്തത്, എറണാകുളം. അപ്പോൾ ഒരു 210 രൂപയായി ഈ ക്ലിയർ വൈസറിന്. ഇവിടെ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്ത് പോയപ്പോൾ അവിടുന്ന് എടുത്തതാണ്. DJ ഹെൽമെറ്റ്സിൽ നിന്നാണ് എടുത്ത വൈസർ, പ്ലെയിൻ വൈസർ. നമ്മുടെ യൂട്യൂബിൽ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ കമൻറ്റൊക്കെ വന്നായിരുന്നു. അതിൻ്റെ ബേസിലാണ് കമൻറ്റ് വന്നായിരുന്നു, ഈ AGV സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ നിങ്ങൾ ഈ മാറ്റ് കളറൊക്കെ എടുത്താൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റ് കളറൊക്കെ ഒന്നും അത്ര ഇത് വരത്തില്ല, നമ്മൾ ചെയ്തെടുത്താലും ഇത്ര ഫിനിഷിങ് വരത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ്. Fuck her in